അതെ, നമുക്കിന്നേ ഒരു ചെമ്മീൻ ഫ്രൈ ആയാലോ. ഇത് ഈ ചെമ്മീൻ ഞാൻ കിള്ളിയേക്കണത് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, തലയും വാലും മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനോട്ട് വേണ്ട സാധനങ്ങൾ: സവോള എടുത്തിട്ടുണ്ട്, സവോള കുറച്ച് അധികം എടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക്, വേറൊരു സാധനം വേണ്ട. പിന്നെ നമുക്ക് വേപ്പില വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പില ഇല്ല. അപ്പോൾ ഇതേ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങുമ്പോഴേക്കും 2 തൈ ചെറുത് നിൽക്കുന്നുണ്ട്. മിക്ക വീടുകളിലെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇതേപോലത്തെ ചെറിയ 2 തൈകൾ. അപ്പോൾ അതിൽ നിന്ന് 2 തണ്ട് വേപ്പില എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇടുക. ഇഞ്ചി എന്താ ഇടാത്തത്? ഇഞ്ചി വേണ്ട ആൾക്കാർ ഇടാം. കാരണം ഇഞ്ചി ഇടാത്തത് നല്ല ടേസ്റ്റോടുകൂടി ചെമ്മീൻ കഴിച്ച് വരുമ്പോഴായിരിക്കും ഈ ഇഞ്ചി കടിക്കണത്. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിനി ഇത് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് നമ്മളൊന്നും ചെയ്യണ്ട. ഈ വെള്ളം ഇവിടെ നിന്ന് കംപ്ലീറ്റ് വറ്റിക്കഴിയുമ്പോഴേക്കും നമുക്കതിലോട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മൂടി വെക്കാം. കാരണം അതൊന്ന് വെള്ളമൊക്കെ എണ്ണയൊക്കെ പിടിച്ചൊന്ന് സെറ്റാവണം. അപ്പോൾ അതേ അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഫ്രൈ ആവേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി ഇടാം. അപ്പോൾ അതേ ഇപ്പോൾ ഇത്തിരി ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഫ്രൈ ആയി വന്നപ്പോഴേക്കും കണ്ടില്ല ഗൈസ്, ചെമ്മീൻ്റെ അളവ് കുറഞ്ഞു. അതായത് ഓരോരുത്തർ